പല ആളുകളുടെയും ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും ഒരു വിടുതലും ഒരു എഴുമ്പേറ്റവും ഇല്ലാതിരിക്കുന്നതിൻ്റെ പിറകിൽ എന്തോ ചില കാരണങ്ങളുണ്ട്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ രേഖപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. ചിലർ അനുഗ്രഹിക്കപ്പെടുവാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതെ പോയതിൻ്റെയും പിറകിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ആ റീസൺസ് പ്രധാനമായും ഞാൻ ഇവിടെ കാണുന്നു. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് വാഗ്ദത്തമുള്ള ജനമാണ്. ഇസ്രായേൽ ജനം എപ്പോഴും പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. അവരെ പോലെ അത്ഭുതം കണ്ടവർ, അവരെ പോലെ വാഗ്ദത്തമുള്ളവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രയും വാഗ്ദത്തമുള്ള ജനം, പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവം കൂടെ ഇരുന്ന ജനം, കനാനിലെത്തിയില്ല പലരും. ഇന്ന് കണ്ട മിസ്രൈമിനെ മേലാൽ കാണുകയില്ല എന്നുള്ള ദൈവീക വാഗ്ദത്വത്തിൽ അതിശക്തനായ ദൈവപുരുഷനായ പ്രവാചകനായ മോശയോടുകൂടെ പുറപ്പെട്ട ഈ കൂട്ടം എന്ത് കാരണം കൊണ്ടാണ് അവരിൽ പലരും കനാനിൽ എത്താതെ പോയത്, അവരുടെ ഡെസ്റ്റിനിയിൽ എത്താതെ പോയത്? ഇത് തന്നെയാണ് ഇന്ന് നമ്മളിലും സംഭവിക്കുന്നത്. എങ്ങും എത്തുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ഒരു പ്രോമിസിലേക്ക്, ആ ഒരു ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു മഹത്വരമേറിയ പൊസിഷനിലേക്ക് കയറി വരുന്നില്ല. നട്ടപ്പോഴും ഒരു കുട്ട, വിളവെടുത്തപ്പോഴും ഒരു കുട്ട, ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് എന്തോ ഒരു കാരണമുണ്ട്. ഈ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഈ ഇരിക്കുന്ന സഭ, നമുക്ക് നിഴലായി നിൽക്കുന്ന ഇസ്രായേൽ സഭയെ ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ഈ കാര്യം പുതിയ നിയമസഭയോട് അപ്പോസ്തോലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. വായിച്ചോ, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവർക്കും ഫുഡ് കൊടുത്തപ്പോൾ ഒരേ ഫുഡാ കൊടുത്തത്. വാഗ്ദത്തം കേട്ടവരെല്ലാം ഒരേ വാഗ്ദത്തമാണ് കേട്ടത്. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കണം? ഇത്രയും അത്ഭുതം കണ്ട, ഇത്രയും വാഗ്ദത്തമുള്ള ഇവരിൽ മിക്ക പേരിലും, ഹല്ലേലൂയ, മിക്ക പേരിലും, നോട്ട് 1 or 2, മെനി ഓഫ് ദം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന് അവരെ നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നിയില്ല. അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിൽ. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. ഇത് നമുക്കൊരു പാഠമാണ്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അതെ, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണ് പോയതുപോലെ. ഒറ്റ ദിവസം വീണു പോയത് 23,000 പേരാണ്. വിശ്വാസത്തിൽ നിന്നും കൃപയിൽ നിന്നും വാഗ്ദത്വത്തിൽ നിന്നും ഒക്കെ വീണു പോയത്. ഇതിനെല്ലാം പ്രധാന കാരണം എന്നായിരുന്നെന്നറിയാമോ? എല്ലാവരും നോക്കി, എൻ്റെ റീസണാണ് പറയുന്നത്. എല്ലാ സീസണും ഒരു റീസണുണ്ട്. ക്രിസ്മസ് സീസണ് ഒരു റീസണുണ്ട്, അത് യേശുവിൻ്റെ ജനനമാണ്. ഈസ്റ്റർ സീസണ് ഒരു റീസണുണ്ട്, അത് യേശുവിൻ്റെ ഉയർപ്പാണ്. ഇതുപോലെ എല്ലാ സീസണും ഒരു റീസണുണ്ട്. ഇവർ വീണുപോയതും ഇവർ പരാജയപ്പെട്ടതും ഇവരെങ്ങും എത്താതെ പോയതും
ദൈവം ഇവരിൽ പ്രസാദിക്കാതെ പോയതിൻ്റെ പിറകിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസണാണ് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത്. യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളുടെ എല്ലാ നന്മയുടെയും നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും കാരണം നമ്മുടെ വർത്തമാനമാണ്. നമ്മുടെ പരാജയത്തിൻ്റെയും നമ്മുടെ തകർച്ചയുടെയും കാരണവും നമ്മുടെ നാക്കാണ്, നമ്മുടെ സംസാരമാണ്. ഇവിടെ ഒരു കാര്യം പൊതുവായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോൺവെർസേഷൻസിനെ, നമ്മളുടെ സംസാരങ്ങളെ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത്, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത്, അപ്പൻ മക്കളോട് സംസാരിക്കുന്നത്, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നത്, ഒരു പാസ്റ്റർ മറ്റൊരു പാസ്റ്ററോട് സംസാരിക്കുന്നത്, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് സംസാരിക്കുന്നത്, നമ്മുടെ എല്ലാ കോൺവെർസേഷനുകളെയും നമ്മളുടെ എല്ലാ സംഭാഷണങ്ങളെയും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ അകത്ത് എപ്പോൾ ഉണ്ടാകുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവികമായ സ്പിരിച്വൽ എൻകൗണ്ടറുകൾ ഉണ്ടാകും. ഇത് വെറുതെ പറയുന്നതല്ല. ആത്മീക ശുശ്രൂഷയിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, നമ്മുടെ വാഗൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളെ, വിശ്വാസത്തിൻ്റെ പറച്ചിലുകളെ, പ്രഖ്യാപനങ്ങളെയാണ് ദൈവം കൂടുതലും എഗ്രി ചെയ്യുന്നത്.